നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാത്ത ദൈവം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ അവസാന നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനും ഈശോയുടെ കൂടെ നടക്കുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഉപവിയിലൂടെയും നാം സഞ്ചരിക്കുമ്പോഴാണ് ഈശോയുടെ പീഡസഹനത്തിൽ നാം പങ്കുചേരുന്നത്. പ്രാർത്ഥനയിൽ നാം എപ്പോഴും എളിമയുള്ളവരാകുകയും ദൈവാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യണം. തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുമ്പോഴും എന്നും പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന ക്രിസ്തുവിനെ പോലെ ഒരു പ്രാർത്ഥനാനുഭവം നമുക്കും അനിവാര്യമാണ്. ഈ നോമ്പുകാലത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി ജീവിക്കുന്ന സുവിശേഷമായി നമുക്ക് മാറ്റാം. അനുതാപിയെ മാടി വിളിക്കുന്ന ഈശോയെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കുകയില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ കുടിക്കാതിരിക്കുന്നതോ മാത്രമല്ല ഉപവാസം, മറിച്ച് നമ്മുടെ ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ ശരിയായ രീതിയിൽ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമപ്പെടുത്താനും പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിയകന്ന് ഈശോയെ മുറുകെ പിടിക്കുവാനും ചെറിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈശോ കടന്നുപോയ അതേ പാതയിലൂടെ നടക്കുവാനും നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഒപ്പം തന്നെ അവരിലേക്ക് നന്മയായി ഇറങ്ങി ചെല്ലുമ്പോഴാണ് നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന ഈശോയുടെ വാക്കുകളനുസരിച്ച് മറ്റുള്ളവരെ കേൾക്കുവാനും രോഗികളെ സന്ദർശിക്കുവാനും പാവങ്ങളെ സഹായിക്കുവാനും പരസഹായം ചെയ്യേണ്ട അവസരങ്ങളെ സന്തോഷത്തോടെ വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാം. ഈ നോമ്പുകാലത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നാം ആർജിച്ചെടുക്കുന്ന ആത്മീയ ശക്തിയാണ് മുമ്പോട്ട് പോകാൻ ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കുന്നത്. ദൈവമക്കൾക്കടുക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ജീവിതാന്തസ്സിന് ഒഴുകുന്ന നിയമങ്ങൾ കൃത്യതയോടെ പാലിച്ചുകൊണ്ട് ഈ നോയമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും കൃപകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.